ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ചായക്ക് ഉള്ളിവടയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി ഒക്കെ അരിഞ്ഞ് താത്തവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മൈദ, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിവട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉള്ളിവടയൊക്കെ. അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എന്താ വെച്ചാൽ ഈ ഉള്ളി അരിയണ കാര്യം ആലോചിക്കുമ്പോഴാണ് നല്ല പോലെ കണ്ണെരിയല്ലോ. അപ്പം ഭയങ്കര മടിയാട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും അധികം ഉണ്ടാക്കലേ ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് നല്ല പോലെ തന്നെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിവടൻ്റെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിവട പൊരിച്ചെടുക്കാം. അത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിവട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ചൂടാച്ചിട്ട് നല്ല പോലെ ചൂടായപ്പം അതിലേക്ക് ഒന്ന് പരത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഉള്ളിവട കളറൊക്കെ ഒന്ന് മാറി നല്ല മൊരിഞ്ഞ് വന്നപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളങ്ങനെ പൊരിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ വീണ്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അതും കൂടെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിവടയൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസിൽ മാറ്റി അടുപ്പത്ത് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ പൊടിയും അതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് ചായക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ മൂത്തച്ഛൻ്റെ കുട്ടീൻ്റെ മദ്രസിലെ പരിപാടി ഉണ്ട് കേട്ടോ, നബിദിന പരിപാടി. അപ്പോൾ പരിപാടിക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ബൈത്ത് റെസിറ്റേഷൻ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടും അരിപ്പൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മദ്രസയിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ കേട്ടോ ഈ ഒരു മദ്രസ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പള്ളിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ മദ്രസ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാകുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ നമ്മുടെ പള്ളികളും മദ്രസകളൊക്കെ കാണാൻ. അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ന്യൂനുമോളായിട്ട് മോളൂസ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് മൂത്തച്ഛൻ്റെ വലിയ മോളാണ്. അപ്പം ന്യൂനുമോൾക്ക് ബാഗ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൂത്തശ്ശീൻ്റെ രണ്ടാമത്തെ മോളെ ബാഗ് വാങ്ങിയിട്ട് ആളിട്ടിട്ടുണ്ട് ഇടാൻ വേണ്ടി തിരക്കൂട്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂത്തശ്ശീൻ്റെ ചെറിയ മോനാട്ടോ. ചെറിയ മോനെന്ന് വെച്ചാൽ 2 പെൺകുട്ടികളും അവർ ലാസ്റ്റ് ഒരു മോനാണ് കേട്ടോ. അപ്പോൾ മോനായിട്ട് മിസ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പരിപാടി ചെയ്യിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ആക്കിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ UKG കുട്ടികളെ ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അവരെ കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ നോക്കി. അപ്പം ഈ മക്കളൊക്കെ നന്നായിട്ട് തന്നെ ഫ്ലവർ ഷോ ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് മോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.